മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരിയായ ഒരു നടി തന്നെയാണ് നടി ലിൻറ്റു റോണി. ലിൻറ്റുവിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിറയുന്നു എന്ന് വേണം പറയാൻ. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പങ്കുവയ്ക്കുന്ന ഒരു താരം തന്നെയാണ് നടി ലിൻറ്റു. അക്കൂട്ടത്തിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത്. ഒരുപാട് നാളുകളായി ആഗ്രഹിച്ച ഒരു കാര്യം. ആനന്ദ കണ്ണീരിലാണ് ഞാൻ എന്നാണ് പറയുന്നത്. ആനിവേഴ്സറിയാണ് ഇപ്പോൾ ലിൻറ്റുവിൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. എന്നാൽ ആനിവേഴ്സറിക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനിടയ്ക്കാണ് ലിൻറ്റു ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒത്തിരി ഗിഫ്റ്റുകൾക്ക് കിട്ടിയിരുന്നു. ഞങ്ങളുടെ വെഡ്ഡിംഗ് റിങ്സ് മിസ്സായിട്ട് കുറേ ആയിരുന്നു. പേരെഴുതിയ റിങ്ങാണ് മമ്മി കൊടുത്തു വിട്ടത്. കല്ല് വെച്ചുള്ള മോതിരവും കൂട്ടത്തിലുണ്ടായിരുന്നു. നാട്ടിലാണെങ്കിലും ഇവിടേക്ക് വരുന്നവരുടെ കയ്യിൽ മമ്മി ഗിഫ്റ്റ് കൊടുത്തുവിടും. പ്രിയപ്പെട്ടവർക്കൊപ്പമായി വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷവും വ്ളോഗിലൂടെ ലിൻറ്റു പങ്കുവച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഞാൻ വളരെയധികം സന്തോഷിച്ചു. അത് പറഞ്ഞേ മതിയാകൂ എന്നാണ് ലിൻറ്റു വ്ളോഗിൽ പറയുന്നത്. ലിൻറ്റുവിൻ്റെ വ്ളോഗിൽ തന്നെ ലിൻറ്റുവിൻ്റെ സന്തോഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ഫ്രണ്ട്സ് എല്ലാം അവിടെ എത്തിയിരുന്നു. കുറേ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്ത് വച്ചിരുന്നത്. ഒരുപാട് ആഗ്രഹിച്ചതാണ് പേരെഴുതിയുള്ള മോതിരം. അത് കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ഞാൻ വളരെയധികം സന്തോഷവതിയായി. എന്നെപ്പോലെ തന്നെ എൻ്റെ ഭർത്താവുമെന്ന് ലിൻറ്റു പറയുന്നു. ഞാൻ ആഗ്രഹിച്ചതുപോലെ സമ്മാനമായിരുന്നു ഒടുവിൽ എനിക്ക് കിട്ടിയത്. അത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് മാത്രമല്ല അവിടെയുള്ളവരെല്ലാം ഇമോഷണലായി. മോനക്കുട്ടൻ്റെയും ലവിക്കുട്ടൻ്റെയും ഫോട്ടോ ഒന്നിച്ചുള്ളൊരു ഫ്രെയിമായിരുന്നു സമ്മാനമായി ഒരിക്കൽ കിട്ടിയത്. അതുപോലൊരു ഫ്രെയിം ഒത്തിരി ആഗ്രഹിച്ചതാണ്. അച്ചുവായിരിക്കും ഇതിന് പിന്നിലെന്നാണ് ഞാൻ കരുതുന്നത്. എന്നാൽ പുള്ളിയായിരുന്നില്ല. അത് പുള്ളിയുടെ വക വേറെ ഗിഫ്റ്റ് എനിക്ക് കിട്ടിയിരുന്നുവെന്ന് ലിൻറ്റു പറയുന്നു. മനോഹരമായൊരു മോതിരമായിരുന്നു റോണി ലിൻറ്റുവിന് നൽകിയത്. പച്ച നിറം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മമ്മിയോടും ഡാഡിയോടും പറഞ്ഞ് എനിക്ക് ഇഷ്ടമാണെന്നും സ്പെഷ്യലായി ചെയ്യിപ്പിച്ചതാണെന്നും പറയുന്നു. 2 തവണ ഞങ്ങൾ വിവാഹമോതിരം നഷ്ടമായിട്ടുണ്ട്. നാട്ടിൽ വെച്ചായിരുന്നു അത് ആദ്യത്തെ പ്രാവശ്യം. 2ാമത്തത് ഇവിടെ വന്നിട്ടുമാണെന്ന് പറയുന്നുണ്ട്. കള്ളൻ കയറിയപ്പോൾ അതും കൊണ്ടുപോയിരുന്നു. ഇപ്പോൾ ഞങ്ങൾ വീണ്ടും പേരെഴുതി റിങ് സെറ്റാക്കി. ഇങ്ങനെയാണ് ലിൻറ്റു പറയുന്നത്. നിരവധി പേരാണ് പോസ്റ്റിന് താഴെ ലിൻറ്റുവിനും റോണിക്ക് ആശംസകൾ അറിയിച്ചത്. അഭിനയ മേഖലയിൽ സജീവമല്ലെങ്കിലും വ്ളോഗിലൂടെയായി തൻ്റെ വിശേഷങ്ങളെല്ലാം ലിൻറ്റു പങ്കിടുന്നുണ്ട്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഇവർ യാത്രാവിശേഷങ്ങളും വ്ളോഗുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. അക്കൂട്ടത്തിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. കുഞ്ഞുമായി എത്തുന്ന ചില ചിത്രങ്ങളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ യാതൊരു മടിയും ഇല്ലാത്ത വ്യക്തിയാണ് ലിൻറ്റു. കുഞ്ഞിൻ്റെ അസുഖത്തെക്കുറിച്ചും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുമാണ് എപ്പോഴും പ്രേക്ഷകർ ചോദിക്കാറുള്ളത്. അതും ലിൻറ്റു പറയാൻ തയ്യാറ് തന്നെയാണ്. എപ്പോഴും ലിൻറ്റു അതിനെക്കുറിച്ച് പറയാറുമുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. നിരവധി പേരാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെയാണ് ലിൻറ്റുവിനെ പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നതും. സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാവരും ലിൻറ്റുവിനെ വാർത്തകൾക്ക് കാതോർത്തിരിക്കാറുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ കാണുന്നതും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.